ഈ വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ മൊഡ്യൂൾ 3യിലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇപ്പം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് ഇടുവാണെങ്കിൽ അത് ആക്ച്വലി ഒരു ബ്രോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആൻഡ്രോയിഡിനകത്ത് ഇഷ്ടംപോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സർവീസസ് ഉണ്ട്. അത് റിസീവ് ചെയ്യാനുള്ള സർവീസസും ഉണ്ട്. മെയിനായിട്ടും ബ്രോഡ്കാസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റം വൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഈവൻറ്റ് നടക്കുമ്പോഴോ അതല്ല എങ്കിൽ ആപ്പ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കസ്റ്റം ഈവൻറ്റ്സ് ട്രിഗർ ചെയ്യുന്ന നേരത്താണ് ഒരു ബ്രോഡ്കാസ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിക്കുമ്പോൾ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ പോലെ നമുക്ക് കോൾ ആൻസർ ചെയ്യാൻ വരുന്നുണ്ടല്ലോ. അതും പിന്നെ നമ്മളുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, ലോ ബാറ്ററി വരുമ്പോൾ അലർട്ട് വരുന്നത്, അതൊക്കെ ആക്ച്വലി ഒരു ബ്രോഡ്കാസ്റ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവർ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണേ എന്നുള്ളത് നോക്കാം. അതിന് 2 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് റിസീവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് റിസീവറിന് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. ഈ 2 സ്റ്റെപ്സ് ഫോളോ ചെയ്താലാണ് നമുക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവർ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക. ആദ്യം ബ്രോഡ്കാസ്റ്റ് റിസീവർ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ആ ക്ലാസ്സിനെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്ന് പറയുന്ന ക്ലാസ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനകത്ത് ഓൺ റിസീവ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതപ്പം നമ്മളുടെ ക്ലാസ്സിൽ എക്സ്റ്റെൻഡ് ചെയ്യണ നേരത്ത് ഒന്ന് ഓവർറൈഡ് ചെയ്യണം. ഇത് നമ്മൾ ജാവയിൽ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓർത്തിരിക്കുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല, പക്ഷെ സംഭവം ഇതാണ്. ഇതിനകത്തപ്പം നമ്മൾ ഓൺ റിസീവ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിനകത്താണ് എന്തേലും ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൻ്റെ അകത്ത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടോസ്റ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതാണ് നമ്മൾ ഈ ഒരു കോഡിൽ എഴുതിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ബ്രോഡ്കാസ്റ്റ് റിസീവർ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് റിസീവറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് മൈ റിസീവർ എന്ന് പറയുന്ന നെയിമായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്താണ് ലിസൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു സ്റ്റെപ്പിനകത്താണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവർ രജിസ്റ്റർ ചെയ്യുന്നത് ആൻഡ്രോയിഡിൻ്റെ മാനിഫെസ്റ്റ് ഫയലിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആൻഡ്രോയിഡ് manifest.xml ഫയലിൻ്റെ അകത്ത് നമ്മളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടാഗിൻ്റെ അകത്ത് റിസീവർ എന്നും പറഞ്ഞിട്ടൊരു ടാഗ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം കണ്ട ഇതാണ് നമ്മൾ ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡ്. അപ്പോൾ റിസീവർ എന്ന് പറയുന്ന ടാഗിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് :നെയിം എന്നും പറഞ്ഞിട്ടൊരു അട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ജാവ കോഡിൽ ഉണ്ടാക്കിയ ആ ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവറിൻ്റെ ക്ലാസ് നെയിമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കഴിഞ്ഞ സ്ലൈഡിൽ ആ ബ്രോഡ്കാസ്റ്റ് റിസീവറിന് നമ്മൾ കൊടുത്ത നെയിം എന്ന് പറഞ്ഞാൽ മൈ റിസീവർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മൈ റിസീവർ എന്നും പറഞ്ഞിട്ടത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഇൻറ്റൻറ്റ് ഫിൽട്ടർ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്ത് ആക്ഷനാണ് ലിസൺ ചെയ്യണേ എന്നുള്ളത്, അതായത് എന്ത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജാണ് ലിസൺ ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എക്സാമ്പിളിൽ നമ്മളുടെ ആൻഡ്രോയിഡ് OS ബൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണ നേരത്തുള്ള ആ ഒരു മെസ്സേജ് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആക്ഷൻ എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മൾ ഒരു ഇൻറ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് android.intent.action.boot_completed. അതായത് നമ്മളുടെ ആൻഡ്രോയിഡ് ഡിവൈസ് കംപ്ലീറ്റ് ആയിട്ട് ബൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് നമ്മളുടെ ഈ മൈ റിസീവർ എന്ന് പറയുന്ന ബ്രോഡ്കാസ്റ്റ് റിസീവർ റിസീവ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ജാവ കോഡിലുള്ള ഓൺ റിസീവിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള ആ ഒരു ലോജിക്ക് എക്സിക്യൂട്ട് ആവും. അതായത് നമ്മളുടെ ആ ഒരു ടോസ്റ്റ് മെസ്സേജ്
ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത്രയാണ് ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ്. അടുത്തതായിട്ട് നമുക്ക് സർവീസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സാണ്. അതായത് ഇപ്പം നമ്മൾ ഫോണിൻ്റെ അകത്ത് പാട്ട് കേൾക്കുന്നുണ്ട്, ഭയങ്കര വലിയ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ നേരത്ത് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആപ്ലിക്കേഷൻസ് എടുത്ത് നോക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ FB ബ്രൗസ് ചെയ്യും, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബ്രൗസ് ചെയ്യും, അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതേസമയം ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് പോസിബിൾ ആക്കുന്നത് സർവീസസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. സർവീസസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനോ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. കാരണം അതൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന പർപ്പസാണ്. അപ്പോൾ യൂസറിന് എപ്പോഴും ആ ഒരു ആക്ടിവിറ്റി സ്ക്രീനിൽ വെയിറ്റ് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. നമുക്ക് വേറെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യണമല്ലോ, വേറെ കാര്യങ്ങൾ ഫോണിൽ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് സർവീസസ് മെയിനായിട്ടും യൂസ്ഫുള്ളായിട്ട് വരുന്നത്. ഒരു സർവീസ് ഒരു ആപ്ലിക്കേഷൻ്റെ കമ്പോണൻറ്റിന് സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റും. അത് ചിലപ്പോൾ ആക്ടിവിറ്റീസ് ആവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് ത്രൂ നമുക്ക് ഒരു സർവീസിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സർവീസ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇനിഷ്യേറ്റ് ചെയ്ത ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്താൽ പോലും സർവീസസ് അപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ്ങിലായിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വാട്സപ്പ് എടുത്തില്ല എന്ന് വിചാരിക്കും, നെറ്റ് ഓണാക്കി വെച്ചേക്കാണ് ഫോണിൽ. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലെ മെസ്സേജസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ വന്ന് കിടക്കുമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ വാട്സപ്പിൻ്റെ ഒരു സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത്. ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് ഇൻഫിനിറ്റായിട്ട് ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ ഫോൺ ഓഫ് ആവുന്ന വരയ്ക്ക് അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മളുടെ ഫോൺ ഹാങ് ആയി കഴിയുമ്പോൾ സിസ്റ്റം ആ ഒരു റാമും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെർമിനേറ്റ് ചെയ്യും ഈ ഒരു സർവീസ്. ഒന്നില്ലെങ്കിൽ അങ്ങനെ സർവീസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ആപ്സ് സെറ്റിങ്സിൽ പോയിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യണ നേരത്തും സർവീസ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമുക്കൊരു സർവീസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് സർവീസസ് ഉണ്ടെന്നുള്ളത് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഫോർഗ്രൗണ്ട് സർവീസാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കാണിക്കില്ലേ, എത്ര പെർസെൻറ്റേജായി ഡൗൺലോഡ് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർഗ്രൗണ്ട് സർവീസിൻ്റെ എക്സാമ്പിളാണ്. അതായത് എന്താണ് നടക്കണേന്നുള്ളത് യൂസറിന് വിസിബിളായിരിക്കും. പിന്നെ വരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സർവീസാണ്. ബാക്ക്ഗ്രൗണ്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ പറ്റിയത് വാട്സപ്പിൻ്റെ സർവീസസ്. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. മെസ്സേജ് വരുമ്പോൾ മാത്രമേ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുള്ളൂ. അതല്ലാതെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ബാർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വാട്സപ്പിൻ്റെ സർവീസ് റണ്ണ് ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടൊന്നും എഴുതി കാണിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ വേറെ വിസിബിലിറ്റി ഒന്നും യൂസറിന് തരാത്ത സർവീസുകളെ പറയുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് സർവീസസ്. അവസാനമായിട്ട് വരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ബൗണ്ട് സർവീസാണ്. ബൗണ്ട് സർവീസസ് എന്ന് പറഞ്ഞാൽ കുറേ കമ്പോണൻസിന്, അതായത് ഏതെങ്കിലും ആപ്സിൻ്റെ ആക്ടിവിറ്റി ആയിരിക്കാം, അതിന് ഈ സർവീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു സെർവർ പോലെ ആക്ട് ചെയ്യും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസ് അവർ ക്ലയൻ്റായിട്ട് ആക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതിനെ പറ്റിയിട്ട് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് അതിൻ്റെ ഒരു പരിപാടി, വർക്കിംഗ് ഇതാണ്. അടുത്തതായിട്ട് നമുക്ക് സർവീസസിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിന് ആക്ച്വലി 2 പാത്ത് ഉണ്ട്. അതായത് സർവീസസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ടഡ് ആയിട്ടുള്ള സർവീസസും പിന്നെ ബൗണ്ടഡ് ആയിട്ടുള്ള സർവീസസും. ഇതിന് രണ്ടിനും 2 രീതിക്കുള്ള ലൈഫ് സൈക്കിൾ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് 2 ടൈപ്പ് ലൈഫ് സൈക്കിൾ ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം സ്റ്റാർട്ടഡ് സർവീസസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സർവീസസിനെയാണ് സ്റ്റാർട്ടഡ് സർവീസസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ട് സർവീസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ട് കോൾ ചെയ്തിട്ടുള്ള ഏതൊരു സർവീസസിനെയും നമ്മൾ സ്റ്റാർട്ടഡ് സർവീസസ് എന്നായിരിക്കും പറയുക. ഇത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ബാക്ക്ഗ്രൗണ്ടിൽ എത്ര നാൾ വേണമെങ്കിലും റൺ ചെയ്തോളും. അൺലെസ് ഇത് നമ്മളായിട്ട് തന്നെ ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാതെ ഈ സർവീസ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റാർട്ടഡ് സർവീസ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് സർവീസ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യണം. അതല്ല എങ്കിൽ സർവീസിന് സ്വമേധയാ ഡിസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് സെൽഫ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്ത് സർവീസിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കൈൻഡ് ഓഫ് സൂയിസൈഡ് ചെയ്യുന്ന പോലെ, നമുക്ക് നമ്മളെ തന്നെ കില്ല് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമുക്ക് സർവീസിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ആയിട്ടുള്ള സർവീസാണ്. ഈ ബൗണ്ടഡ് സർവീസ് എന്താണെന്ന് ഉള്ളത് നോക്കാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സർവീസിനെ നമ്മൾ ഒരു സെർവറായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. അതായത് കുറേ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് ഈ ഒരു സർവീസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിന് ഈ സർവീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് സർവീസിൽ നിന്ന് കുറച്ച് റിസൾട്ട്സ് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ റിക്വസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. എന്നിട്ട് എല്ലാ കമ്പോണൻസും ഈ ഒരു പെർട്ടിക്കുലർ സർവീസിനെ അൺസബ്സ്ക്രൈബ് ചെയ്താൽ, അങ്ങനെ ചെയ്ത് പോകുമ്പോൾ ബൗണ്ടഡ് സർവീസ് അവിടെ വെച്ചിട്ട് അവസാനിക്കും. അതായത് വേറെ ആരും ഇനിയിപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. ആ ഒരു തോട്ടിൽ ബൗണ്ടഡ് സർവീസ് കംപ്ലീറ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യും. ഒരു കമ്പോണൻറ്റ് എപ്പോഴും ബൗണ്ടഡ് സർവീസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൻഡ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു സർവീസ് ഇനി ആവശ്യമില്ല എങ്കിൽ അപ്പം അന്നേരം കമ്പോണൻസ് അൺബൈൻഡ് സർവീസ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് ഈ ഒരു ബൗണ്ടഡ് സർവീസിനെ അൺസബ്സ്ക്രൈബ് ചെയ്യും. അതല്ലെങ്കിൽ അൺബൈൻഡ് ചെയ്ത് പോകും. ഇതിന് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള സർവീസാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാനത് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ആൻഡ്രോയിഡ് എക്സാം കഴിഞ്ഞാൽ ഈ ചാനൽ ഇനിയിപ്പോൾ നിങ്ങൾ കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലർ അൺസബ്സ്ക്രൈബ് ചെയ്തും പോകും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബൗണ്ടഡ് സർവീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്തു. നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ടൊരു ആവശ്യമില്ല, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പിന്നെ വിസിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്യാതെ ആകുമ്പോൾ ഞാൻ ഈ ആൻഡ്രോയിഡിൻ്റെ വീഡിയോസ് ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ. അടുത്തതായിട്ട് നമുക്ക് സർവീസസിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ഡയഗ്രാം വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസസ് മെയിനായിട്ട് 2 ടൈപ്പിലുള്ളതുണ്ട്. ഒരെണ്ണം സ്റ്റാർട്ടഡ് സർവീസസും മറ്റേതെന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് സർവീസസ് എന്നും പറഞ്ഞിട്ട് 2 സർവീസസ് ഉണ്ട്. അപ്പോൾ 2 സർവീസസിനും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ സ്റ്റാർട്ടഡ് സർവീസസിൻ്റെ ലൈഫ് സൈക്കിളാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബൗണ്ടഡ് ലൈഫ് സൈക്കിളിലാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ സർവീസസിൻ്റെയും ലൈഫ് സൈക്കിളിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫ്ലോയും കാര്യങ്ങളൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഓരോ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ടഡ് സർവീസസിൻ്റെ ലൈഫ് സൈക്കിള് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് സർവീസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കോൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അന്നേരം നമ്മളുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യലൈസേഷനാണ് അവിടെ ചെയ്യുന്നത്, ഇനിഷ്യേറ്റ് ചെയ്യാണ് നമ്മളവിടെ. അപ്പോൾ അത് സ്റ്റാർട്ട് സർവീസ് കോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവും. ഈ ഓൺ ക്രിയേറ്റിൻ്റെ അകത്ത് നമ്മളുടെ ആ ഒരു സർവീസിന് വേണ്ടുന്ന റിസോഴ്സും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഓൺ സ്റ്റാർട്ട് കമാൻഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് എക്സിക്യൂട്ട് ആവും. അതും കൂടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ സർവീസ് കംപ്ലീറ്റ്ലി റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ തൊട്ട് സർവീസ് ആക്റ്റീവായിരിക്കും. പിന്നെ സർവീസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്ലയൻറ്റ് ഫോഴ്സ്ഫുള്ളി സർവീസിനെ സ്റ്റോപ്പ് ചെയ്യണം, അതല്ല എങ്കിൽ സർവീസ് സ്വയം സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനത്തെ 2 ഇൻസ്റ്റൻസിന് മാത്രമേ പിന്നെ ആ സർവീസ് ടെർമിനേറ്റ് ആവത്തുള്ളൂ. ടെർമിനേറ്റ് ആയിക്കഴിഞ്ഞാൽ നേരെ പോണത് ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്കായിരിക്കും. അപ്പോൾ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ട് ആവും. അത് എക്സിക്യൂട്ടായി കഴിഞ്ഞ് നമ്മളുടെ സർവീസസിൻ്റെ
എന്തെങ്കിലും റിസോഴ്സും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്ത് എല്ലാം ഫൈനൽ ക്ലീനപ്പും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്ത് വെക്കും. അതിനുശേഷം സർവീസ് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ആവും. ഇതാണ് നമ്മളുടെ സാധാ സ്റ്റാർട്ടഡ് സർവീസിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ബൗണ്ടഡ് സർവീസിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് ഫോം ചെയ്യണേ എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ സർവീസ് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബൈൻഡ് സർവീസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കോൾ ചെയ്താണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ബൈൻഡ് സർവീസ് കോൾ ചെയ്ത അപ്പം തന്നെ അടുത്തതായിട്ട് എക്സിക്യൂട്ട് ആവുന്നത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ്. ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മളുടെ ബൗണ്ട് സർവീസിന് ആവശ്യമുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യാനും പിന്നെ ഇനിഷ്യൽ വേരിയബിൾസ് കാര്യങ്ങളൊക്കെ ഇനിഷ്യലൈസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മളുടെ സ്റ്റാർട്ടഡ് സർവീസിൻ്റെ ലൈഫ് സൈക്കിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓൺ ക്രിയേറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമ്മളുടെ സർവീസ് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആക്റ്റീവാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പിന് ഈ ഒരു ബൗണ്ടഡ് സർവീസും കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഓൺ ബൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യും. അത് കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ബൗണ്ടഡ് സർവീസസിനെ സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ബൗണ്ടഡ് സർവീസസ് വെച്ചിട്ട് അതിന് ഡാറ്റ കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്തൊക്കെ എടുക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ സർവീസ് ആക്റ്റീവായിട്ട് ആ ഒരു കമ്പോണൻറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് ഈ ഒരു ബൗണ്ടഡ് സർവീസസിൽ നിന്ന് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലയൻറ്റ് പിന്നെ ഈ സർവീസിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാനായിരിക്കും അടുത്ത സ്റ്റെപ്പ് നോക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ അൺബൈൻഡ് സർവീസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് കോൾ ചെയ്യും. അത് കോൾ ചെയ്താണ് ഈ ക്ലയൻറ്റ് ബൗണ്ട് സർവീസിനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോണത്, അതായത് അൺബൈൻഡ് ചെയ്ത് പോണത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അൺബൈൻഡ് എന്ന് പറയുന്നൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതും കൂടെ കോൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലയൻറ്റ് ഈ ഒരു ബൗണ്ടഡ് സർവീസിനെ അൺഫോളോ ചെയ്യും, അതല്ലെങ്കിൽ അൺബൈൻഡ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ നമുക്ക് 2 ഡയറക്ഷൻസിലേക്ക് ലൈഫ് സൈക്കിൾ പോവും. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ സർവീസിനകത്ത് ആരും ഫോളോ ചെയ്യുന്നില്ല, ലൈക്ക് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നില്ല എങ്കിൽ പിന്നെ ആ സർവീസ് റണ്ണ് ചെയ്യേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് എക്സിക്യൂട്ടായിട്ട് ലാസ്റ്റ് നമ്മളുടെ സർവീസ് ഷട്ട് ഡൗൺ ചെയ്യും. ഇനി ഇതല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മളുടെ ബൗണ്ട് സർവീസിനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ അൺബൈൻഡ് ചെയ്ത് പോയെന്ന് വിചാരിക്കുക. പെട്ടെന്നാണ് അവർക്ക് ഈ സർവീസിനെ കൊണ്ട് പിന്നെയും ഒരു ആവശ്യം കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അൺബൈൻഡ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഈ ഒരു സർവീസിനെ തിരിച്ച് റീബൈൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ റീബൈൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓൺ റീബൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവും. ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ടായിട്ട് തിരിച്ച് സർവീസിനെ ഈ ഒരു കമ്പോണൻറ്റ് ബൈൻഡ് ചെയ്ത് ആ സർവീസുമായിട്ട് ബാക്കി കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് ഡാറ്റ ഫെച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് സാധാപടി ചെയ്യും. സാധാരണഗതിക്ക് റീബൈൻഡ് ആവുന്ന ആ ഒരു സിനാരിയോ അത് എക്സ്ട്രീംലി റെയറാണ്, പക്ഷെ പോസിബിളാണ്. അങ്ങനെ നമുക്ക് റീബൈൻഡ് ചെയ്യണമെങ്കിൽ അവിടെ അതിനുള്ളൊരു മെത്തേഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് മൊത്തത്തിൽ 2 സർവീസസിനെ പറ്റിയിട്ടുള്ള ലൈഫ് സൈക്കിളിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിൽ ഓരോ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡിൻ്റെ പേര് ഓൺ ക്രിയേറ്റ് എന്നാണ്. ഓൺ ക്രിയേറ്റ് മെത്തേഡ് നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലാണ് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഫസ്റ്റ് കോൾ ചെയ്യുന്നത്. ഇത് ഒരു സർവീസിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരിക്കൽ മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഓൺ ക്രിയേറ്റ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് സർവീസിന് ആവശ്യമുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ഇനിഷ്യലൈസ് ചെയ്യും, പിന്നെ എന്തെങ്കിലും വേരിയബിൾസിൻ്റെ ഡാറ്റ പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് പരിപാടികളൊക്കെയാണ് ഓൺ ക്രിയേറ്റ് മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് വരുന്ന മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഓൺ
സ്റ്റാർട്ട് കമാൻഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു സർവീസ് സ്റ്റാർട്ട് സർവീസ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ മൊമെൻറ്റിലും ആ ഓരോ മൊമെൻറ്റിലും ഓൺ സ്റ്റാർട്ട് കമാൻഡ് എന്ന് പറയുന്ന മെത്തേഡും കോൾ ചെയ്യപ്പെടും. ഓൺ സ്റ്റാർട്ട് കമാൻഡിൻ്റെ കുറച്ച് പർപ്പസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സർവീസ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടാൽ എങ്ങനെ സിസ്റ്റം ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ടെർമിനേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഓൺ സ്റ്റാർട്ട് കമാൻഡാണ് മാനേജ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് എപ്പോഴും ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അത് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളുടെ സിസ്റ്റം നമ്മളുടെ ഈ ഒരു സർവീസിനെ കില്ല് ചെയ്യുന്ന നേരത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബിഹേവിയർ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിക്കാണ് ഓരോ ഇൻറ്റീജർ വാല്യൂസ് അല്ലെങ്കിൽ ഇൻറ്റീജർ കോൺസ്റ്റൻസ് റിട്ടേൺ ചെയ്യുന്നത്. ഇൻറ്റീജർ കോൺസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ലൈഡിൽ വെക്കുന്നില്ല, കാരണം നോട്ട്സിലൊന്നും ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ ബൈൻഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് സർവീസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. സാധാ സ്റ്റാർട്ടഡ് സർവീസസിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം നമ്മൾ ബൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സർവീസ് അത് ബൈൻഡിങ് സപ്പോർട്ട് ചെയ്യത്തില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് നള്ളായിരിക്കും റിട്ടേൺ ചെയ്യുക. അതല്ല, ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസാണ്, ബൈൻഡിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസാണ് നമ്മൾ ബൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊരു ഐ ബൈൻഡ് ഒബ്ജക്റ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ബൈൻഡ് ചെയ്ത ക്ലയൻറ്റിന് സർവീസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഓൺ ബൈൻഡ് മെത്തേഡ്സ് എപ്പോഴാണ് കോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളുടെ ഒരു കമ്പോണൻറ്റ് സർവീസിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൻഡ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലായിട്ടാണ് ഓൺ ബൈൻഡ് മെത്തേഡ് കോൾ ചെയ്യപ്പെടുന്നത്. അടുത്തതായിട്ട് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ അൺബൈൻഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലയൻറ്റ് എല്ലാ ക്ലയൻസും ബൗണ്ട് സർവീസിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലാണ് കോൾ ചെയ്യപ്പെടുന്നത്. അത് കോൾ ചെയ്യേണ്ടത് എന്തിനാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ സർവീസ് അക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ബൗണ്ട് സർവീസസിന് മാത്രമായിട്ടുള്ളൊരു മെത്തേഡാണ്. സ്റ്റാർട്ടഡ് സർവീസസിന് നമ്മൾ ഓൺ അൺബൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് വരുന്നത് ഓൺ റീബൈൻഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലയൻറ്റ് ഒരു ബൗണ്ടഡ് സർവീസ് ഡിസ്കണക്റ്റ് ചെയ്ത് പോയി, അത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഓൺ അൺബൈൻഡ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്തിട്ടാണ് ഡിസ്കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ക്ലയൻറ്റ് പെട്ടെന്ന് ഈ സർവീസ് ഒന്നുകൂടെ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റീബൈൻഡ് ചെയ്യും. അന്നേരമാണ് ഓൺ റീബൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യുന്നത്. ഇത് എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. അതുപോലെ തന്നെ ബൗണ്ട് സർവീസിന് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സിനാരിയോ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അവസാനമായിട്ട് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞാൽ സർവീസ് ടെർമിനേറ്റ് ആവുന്നതിന് മുന്നേ അവസാനമായിട്ട് വിളിക്കുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് പൊതുവെ ക്ലീനപ്പ് പ്രോസസ്സിനും അതുപോലെ തന്നെ സർവീസ് അക്യൂർ ചെയ്തിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഓൺ ഡിസ്ട്രോയ് മെത്തേഡ് കോൾ ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് ഇൻസ്റ്റൻസ് എപ്പോഴൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഒന്നാമത്തെ കേസ് നമ്മളുടെ സിസ്റ്റം സർവീസിനെ കില്ല് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ, അതായത് ഇപ്പോൾ മെമ്മറി കാരണം ഹാങ് ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള കുറച്ച് സർവീസസ് കാര്യങ്ങളൊക്കെ സിസ്റ്റം കില്ല് ചെയ്യും. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യപ്പെടും. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റോപ്പ് സർവീസ് വെച്ചിട്ട് സർവീസിനെ സ്റ്റോപ്പ് ചെയ്യുന്ന നേരത്തും ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സർവീസ് സ്വയം സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ, അതായത് സ്റ്റോപ്പ് സെൽഫ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് സെൽഫ് റിസൾട്ട് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടോ സർവീസ് സ്വയം സ്റ്റോപ്പ് ചെയ്യുന്ന മൊമെൻറ്റിലും ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ലൈഫ് സൈക്കിൾ ഓഫ് സർവീസിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ.